ഹായ്, ഞാനിപ്പോൾ ഉള്ളത് വായാട്ടുപറമ്പ് നമ്മളെ PMJൻ്റെ ഷോറൂമിലുള്ളത്. ആക്ച്വലി ഇവിടെ നമ്മൾ ഒരു ക്ലയൻറ്റിനെയും കൂട്ടിയിട്ട് വന്നിട്ടുള്ളത് അവർക്ക് വുഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലയൻസൊക്കെ അവിടുന്ന് വുഡും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ PMJ എന്ന് വെച്ചാൽ നമ്മളെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 12 വർഷമായിട്ട് PMJ ആയിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ PMJ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഫസ്റ്റ് നമ്പർ 1 ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ PMJ എന്ന് പറയുന്നത്. നമുക്ക് വുഡ് ഏത് ചോയ്സ് ആയിക്കോട്ടെ, നമ്മളെ ചോയ്സിനനുസരിച്ചിട്ട് എല്ലാതരം വുഡും നമുക്കിവിടെ PMJയിൽ അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മെഷർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ നമ്മൾ 3Dക്ക് അനുസരിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വുഡിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് ലെങ്ത്തിൽ ഏത് ഹൈറ്റിലാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റ് അതിൻ്റെ മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് തരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ടും നല്ല രീതിയിൽ PMJ ആയിട്ട് ആ ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്. വർഷം പഴക്കമുള്ള മരം വരെ ഇവിടെ ഉണ്ട്. പിന്നെ മരത്തിൻ്റെ കാര്യം ആലോചിക്കുക, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു 50-60 വർഷമൊക്കെയുള്ള മരം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഗ്യാരണ്ടി മരത്തിന് കൊടുക്കാൻ പറ്റും. കാരണം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പിന്നെ എന്താ പറയേണ്ടത്, നമുക്ക് ഈ ചെറിയ ചെറിയ പൊടികൾ വീഴുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഈ മരങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനൊക്കെ എത്ര മാത്രം വർഷം പഴക്കമുണ്ട്. ഇതാ കണ്ടോ, അത്രയും എന്താ പറയണ്ടേ ഹാർഡായിട്ടുള്ള മരമാണ്. ഇതിലെ വെള്ളവും കാര്യങ്ങളെല്ലാം എന്താ പറയണ്ടേ കംപ്ലീറ്റ് പോയി നല്ല ഉറപ്പായിട്ടുള്ള ഒരു മരമാണ്. ഇത് ഇവിടെയൊക്കെ ഇതാ ഈ രീതിയിലാണ് എല്ലാ മരം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ചൊന്നുമില്ല, എല്ലാ മരവും എല്ലാ തരത്തിലുള്ള, ഇപ്പം കോസ്റ്റ് നോക്കുവാണെങ്കിൽ ചെറിയ കോസ്റ്റിനായാലും വലിയ കോസ്റ്റിനായാലും വരുന്ന എല്ലാ മരങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാലും അവരെ കാറ്റഗറി അവർക്ക് ചൂസ് ചെയ്തെടുക്കാം. കോസ്റ്റ് നോക്കിയിട്ടും മരം നോക്കിയിട്ടും അവർക്ക് ചൂസ് ചെയ്തെടുക്കാം. ഇത് ആ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വീടെടുക്കുന്ന ആൾക്കാർക്ക് ആദ്യമേ മരം ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് നോക്കി ഏത് മരം വേണമെന്ന് ചൂസ് ചെയ്തതിന് ശേഷം അവർ ആ ഡിസൈൻ കൊടുത്താൽ മതി. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അവരത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. ഇവിടെ ഇപ്പം നിലവിൽ നാടൻ മരങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് മരങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് ഏക്കർ സ്ഥലത്ത് ഇവർ കംപ്ലീറ്റ് ചെയ്ത് മരങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ പോലെ വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു മരത്തിനോ ഒരു കട്ടിലക്കോ അല്ലെങ്കിൽ ഡോറിനോ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് മരം നോക്കിയിട്ട് അതെടുക്കാൻ പറ്റും. ഇത് ഈ കാണുന്ന തേക്കാണ്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇവിടെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മരങ്ങളും പിന്നെ അതുപോലെ തന്നെ 250 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ശരിക്കും പറഞ്ഞാലും മരത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ വർഷം പഴക്കം തോറുമാണ് എന്താ വീഞ്ഞിന് വീര്യം കൂടുക എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ മരത്തിൻ്റെയും ക്വാളിറ്റി കൂടുക ഓരോ വർഷം കഴിയുമ്പോഴാണ്. കാരണം വെച്ചാൽ അതിലെ ജലാംശമൊക്കെ വലിഞ്ഞ് മുറുകി മരം ശരിക്കും ടൈറ്റനായിട്ട് വേണം എന്താ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ മരത്തിന് വേറെ വിഷയങ്ങളൊന്നും വരുന്നില്ല. ഇവരുടെ ഓണേഴ്സിൻ്റെ വീട് ഇപ്പം ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് വുഡ് ഉപയോഗിച്ചിട്ടാണ്. അതിപ്പോൾ അങ്ങനെയല്ലേ വരുള്ളൂ, കാരണം വുഡ് ഇൻഡസ്ട്രിയിലുള്ളവരാണല്ലോ. അപ്പോൾ മർബ വുഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു വീടിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിലവിലും മർബ വുഡ് മാത്രമല്ല, ആര്യവേപ്പ് അതുപോലെ തന്നെ തേക്ക് എല്ലാ വുഡും അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ രണ്ടാമത്തെ വീടിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ തേക്കിൻ്റെ പീസുകളാണ് കേട്ടോ. തേക്കുണ്ട്, ഇരുളുണ്ട്, പ്ലാവുണ്ട്, വീട്ടിയുണ്ട്, അങ്ങനെ ഒരുവിധം എല്ലാ മരങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ.